Hello all my dears, welcome back to your YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ, ഇനിയിപ്പോൾ ആ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്താണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. Queen of Cups and the Judgment, the Hanged Man and Three of Wands, Nine of Cups and Ace of Pentacles, Seven of Swords, Six of Wands, Three of Swords and King of Swords, Nine, the Hermit and Eight of Cups, Queen of Pentacles, the Sun. Okay. Bottom of the deck, King of Pentacles ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്പ്രെഡിലും നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം നിലനിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പേഴ്സണാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഈ ബന്ധം നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിനെയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ മുൻപോട്ട് നല്ല രീതിക്ക് പോകുന്ന ഒരു ബന്ധം വേണമെന്നാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അതിന് ഓൾറെഡി അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുവാണ്. അവർക്ക് നിങ്ങളെ വേണമെന്നാണോ അല്ലെങ്കിൽ വേണ്ട എന്നാണോ, നിങ്ങൾ ഇനി ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രതീക്ഷകളോടുകൂടി നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ആ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ചില വ്യക്തികളെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ചില വ്യക്തികൾ ഈ ബന്ധം കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സൺ ഓൾറെഡി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കണം അവരുടെ ഒരു പാർട്ട്ണറെന്ന് ആ പേഴ്സൺ ഓൾറെഡി തീരുമാനമെടുത്തതാണ്. പക്ഷേ ഇവരുടെ തീരുമാനത്തെ അംഗീകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ അമ്മയാവാം, അച്ഛനാവാം. അതായത് നിങ്ങൾ തന്നെ ആയിരിക്കണം ഭാര്യ എന്ന് ആ ഒരു പേഴ്സൺ ഓൾറെഡി അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓൾറെഡി വിവാഹം ചെയ്തവരാവാം, പക്ഷേ സെപ്പറേഷനിലാവാം, അല്ലെങ്കിൽ ഈ ബന്ധം ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഒരു മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ്. പക്ഷേ ഇവരെ ആരോ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തിക്ക് മേ ബി അച്ഛനോ അമ്മയോ പേരൻസോ അല്ലെങ്കിൽ ഇപ്പം കുടുംബക്കാരിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ആവാം.
അങ്ങനെ ആരൊക്കെയോ ഭയങ്കരമായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ഒരു മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ ഒറ്റയായി കാണാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരുടെ തീരുമാനം അറിയാൻ വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അവരിൽ നിന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. തീരുമാനം അറിയുക മാത്രമല്ല, അതൊരു നെഗറ്റീവ് ആവല്ലേ, പകരം എനിക്ക് പോസിറ്റീവായിട്ട് കാണിക്കണേ. അതായത് അവരെന്നെ ഒരിക്കലും വേണ്ടാന്ന് പറയരുതേ, അതിന് പകരമായിട്ട് വേണം എന്നുള്ളൊരു തീരുമാനമായിട്ടായിരിക്കണം ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രണയിക്കുന്ന, ഞാൻ വിവാഹം കഴിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ആ ഒരു എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്ത് വരണമേ എന്നാണ് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയെന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു പ്രാർത്ഥന ഡിവൈൻ കേട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു പേഴ്സണ് ഡിവൈൻ കേട്ടു, അതിന് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു ഉത്തരവാണ് ഇപ്പം ഡിവൈൻ തരുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണുള്ളത്. പക്ഷെ ആരൊക്കെയോ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് ഈ വ്യക്തി അവരുടെ സ്വന്തം അഭിപ്രായം നിങ്ങളോട് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ടൊരു വിവാഹം കഴിക്കാത്ത ആൾക്കാരായിരിക്കും. പ്രണയബന്ധമാവാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതായത് വിവാഹേതര ബന്ധവും ആവാം. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളിൽ നോക്കുക നേരത്ത് ഈ ബന്ധത്തെയും ആ സമയത്തും ആരോ എതിർക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വിവാഹേതര ബന്ധമാണേലും ഇപ്പം ഒരു നിങ്ങളിപ്പം പ്രണയിക്കുന്ന, അതായത് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, കുടുംബം വേറെ വേറെ ഇല്ല, പ്രണയിച്ചുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയുള്ള തലമുറയാണെങ്കിലും ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം ഓണം ഓഫർ പ്രൈസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ഒരു തീരുമാനം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇല്ലാതെ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ ഒരുപാട് ഇഷ്ടമാണ്, ആ ഒരു വ്യക്തിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷേ അവരുടെ തീരുമാനം അവർക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ് ഇവരുടെ ഒരു മനസ്സ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യത്തിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റിസ്ക് എടുക്കാതെ നിൽക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു പാതി മനസ്സായിട്ടാണ് കാണുന്നത്. കാരണം പകുതി ചന്ദ്രനും ഫുൾ മൂണും ഹാഫ് മൂണും കാണുന്നുണ്ട്. പകുതി ചന്ദ്രനും അതുപോലെ തന്നെ ഫുൾ ചന്ദ്രനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും വേണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല. അത് വേണ്ട, അല്ലെങ്കിൽ വേണോ എന്നുള്ളൊരു തീരുമാനം എടുക്കണോ, വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കണോ, അവരൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം അങ്ങനെ പല തടസ്സങ്ങളും വരുന്നത് കൊണ്ട്, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇതിൻ്റെ അകത്ത് അവരുടെ തീരുമാനം യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ അഡിക്റ്റഡ് ആണ്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നു, നിങ്ങളെന്തോ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന പോലെ, അതായത് ആ ഒരു പേഴ്സണെ ആകർഷിക്കുന്ന പോലെ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഇത്ര നാൾ ആ ഒരു പേഴ്സണ് തോന്നാതിരുന്ന ഒരു സൗന്ദര്യം, ആ ഒരു സൗന്ദര്യം ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നു. നിങ്ങളിലേക്ക് തന്നെ വീണ്ടും പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെന്തോ ഭയങ്കര ആ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഈ പേഴ്സൺ അത് ഫീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ, അതുകൊണ്ട് തന്നെയെന്നല്ല, നിങ്ങളുടെ മനസ്സാണെങ്കിലും സൗന്ദര്യമോ, പുറമേ നിന്നുള്ളൊരു സൗന്ദര്യമോ അകമേ നിന്നുള്ളൊരു സൗന്ദര്യം, ആ സ്വഭാവവും നിങ്ങളുടെ പ്രവൃത്തിയും ആ പേഴ്സണെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വല്ലാതെ ആ ഒരു നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് ഈ റീഡിങ്ങിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ വേണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ പുറമേന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പിന്നിൽ വെച്ചിരിക്കുകയാണ് ആ ഒരു സ്നേഹം. അതായത് തക്ക സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം കാണിക്കാം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പം ഈ വ്യക്തി നിൽക്കുന്നത്. ഇപ്പം
അവർ ശരിക്കും വന്ന് നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിൻ്റെ അകത്ത് വലിയ ശക്തമായിട്ട് തുടരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് സംസാരിച്ചാലും നിങ്ങൾ ഇപ്പം ആ ഒരു പേഴ്സണിലേക്ക് വന്ന് സംസാരിച്ചാലും തേർഡ് പാർട്ടിക്ക് സഹിക്കത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു കുശുമ്പും അസൂയയും കൂടുകയുള്ളൂ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പം അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്ത് ഈ ഒരു സമയത്ത് മാറി നിൽക്കുക. ഇപ്പോൾ പല ആൾക്കാരുടെയും റീഡിങ് നോക്കുമ്പം ലെറ്റ് ഗോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ വിളിക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല, മെസ്സേജ് അയക്കുന്നുമില്ല, മറ്റാരും വഴി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമില്ല. അപ്പം അങ്ങനെ ചില ആൾക്കാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിപ്പം തുരിതര ആ ഒരു പേഴ്സണിലേക്ക് പോകാതെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഒരു സ്പേസ് കൊടുക്കുക. അവർ സ്വന്തമായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഈ വ്യക്തി ഒരു പ്രശ്നത്തിലായിട്ട് നിൽക്കുവാണ്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അത് കാരണം അവരുടെ സ്വന്തം അഭിപ്രായം നിങ്ങളോട് കാണിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നാണ് ഇപ്പം ഇവർക്ക് പറയാനുള്ളതും. അവരുടെ ആ ഒരു അഭിപ്രായങ്ങൾ യൂണിവേഴ്സ് വഴി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നൊരു നിമിഷമാണ് ഇപ്പോഴത്തെ ഒരു നിമിഷം. അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയാണ്. ഈ ബന്ധമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് എന്തോ ഭയങ്കര ഒരു കഠിനമായിട്ട് ഈ ഒരു സമയം അവർക്ക് തോന്നുന്നുണ്ട്. ഇത്രയും നാളും ഇതുവരെയും ഈ പേഴ്സൺ ഇങ്ങനൊരു സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടില്ല. ഈ വ്യക്തിക്ക് മുൻപും പല പ്രണയബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻപ് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ അന്നൊന്നും ഇത്രയും ഒരു മാനസിക പ്രയാസങ്ങളൊന്നും ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ആയപ്പം ഈ പേഴ്സൺ അങ്ങനെയുള്ള ഒരു മനപ്രയാസം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഡിവൈൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പം പക്ഷേ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ തേർഡ് പാർട്ടി എന്തെങ്കിലും കൂടോത്രം നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തിനെ ഒരു കാട് കീറി നശിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ആ ഒരു വിധത്തിൽ ആ തേർഡ് പാർട്ടി ആക്കി തീർക്കാനും സാധ്യതകൾ ഒരുപാടാണ്. അതായത് അവരെ നിങ്ങളിൽ നിന്ന് പരമാവധി അകറ്റാനും അവരെ നിങ്ങളിൽ നിന്ന് പരമാവധി നിങ്ങൾ ആ ഒരു പേഴ്സണെ വെറുക്കുന്ന തരത്തിലും ആക്കി തീർക്കാനും തേർഡ് പാർട്ടി ഇപ്പം ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക. നിങ്ങളിപ്പം മാറി നിൽക്കുന്നതാണ് ഈ ബന്ധത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അഡ്വൈസ് കിട്ടി നമ്മൾക്ക് എന്താണ് ഈ ബന്ധത്തിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വരും. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളെ തേടി തന്നെ വരും. നിങ്ങൾ പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഇഷ്ടമുണ്ടെന്നൊക്കെ അറിഞ്ഞ് അതൊക്കെ തിരക്കി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് ഈ പേഴ്സൺ എത്തിച്ചേരുന്നതാണ്. അപ്പം ഇനി വരാൻ പോകുന്ന സമയങ്ങൾ കുറച്ച് ഹാർഡായിരിക്കും. അതായത് ഇപ്പം കുറച്ച് സമയം എന്തായാലും ആ വ്യക്തിക്ക് കൊടുക്കുമ്പം അത്രയും ദിവസങ്ങൾക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. അത്രയും ദിവസം നിങ്ങൾ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് നിങ്ങളിപ്പം ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് നല്ലൊരു റീഡിങ് കിട്ടി. ഇപ്പം ഓണം ഓഫർ പ്രൈസ് ഉണ്ട് ഇന്നും നാളേക്കും മാത്രമായിട്ട്. അപ്പം താല്പര്യമുള്ളവർ ഇപ്പം തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തോളുക. ഇന്നത്തെ റീഡിങ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ്.